അപ്പൊ എന്റെ സ്വന്തം കുഞ്ഞുമക്കളെ അപ്പൊ കോൾബിഞ്ചായിട്ട് സെറ്റ് ചെയ്യാൻ മക്കളെ നല്ല കിടിലും കിടിക്കാച്ചി കിടിക്കൊസ്റ്റ് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല പൊളപ്പൻ കൊഞ്ച്. ആഹാ എന്റെ മക്കളെ വേറെ ലെവല് സാധനം കേട്ടോ. നല്ല നാരൻ ചെമ്മീൻ. അപ്പൊ നമ്മക്ക് ഇവനങ്ങോട്ട് സെറ്റ് ചെയ്യാം. എന്റെ മക്കളെല്ലാവരും പോരി. ഇവന്റെ വലിപ്പം കണ്ടാ മക്കളെ, നല്ല വലിപ്പം ഉണ്ട് കേട്ടോ. അമ്മാതിരി സാധനമാണ് ഇത്. കണ്ടാ ഇതേ സാധനം എങ്ങനെയുണ്ടെന്ന് നോക്ക് എന്റെ മക്കള് നോക്ക്. എന്നിട്ട് എന്റെ മക്കള് പറ എങ്ങനെയുണ്ടെന്ന്. ഇവനുണ്ടല്ലോ നമുക്ക് ഇവനൊരു 2-3 എടുത്ത് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്യണം. ആഹാ എൻ്റെ മക്കളെ സെറ്റ് പവർ. എൻ്റെ മക്കളൊക്കെ ഇതേപോലെ ചെമ്മീനൊക്കെ ഇപ്പം മഴ സീസണാണ്. ഇതേപോലത്തെ സാധനമൊക്കെ കിട്ടിയാൽ വിടരുത് കേട്ടാ. എടുത്ത് അങ്ങോട്ട് പൊരിച്ചങ്ങോട്ട് അടിച്ചേക്കണം. പൊരിക്കേ നല്ല തിളപ്പിക്കേ. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? ഒരുത്തം നിലത്ത് പോയേട്ടാ. ആ നിലത്ത് പോയത് കാക്കയുണ്ടെങ്കിലുണ്ടല്ലോ മക്കളെ വിടൂല, പിടിച്ചെടുത്തുകൊണ്ട് പോവും. ആഹാ വേറെ ലെവല് സാധനം മക്കളെ. ഇതാണ് മക്കളെ കടലിലത്തെ പുഴു. ഇവനാണ് കടലിലത്തെ പുഴു എന്ന് പറയുന്നത് നമ്മുടെ ചെമ്മീൻ. ആഹാ. അപ്പൊ ഇതേ മക്കളെ ഇത്ര തുണി അലക്കാനുണ്ട് കേട്ടാ. അത്ര തുണി അലക്കാനുണ്ട്. അപ്പൊ സെറ്റാണ്, പവറാണ്. ഇവനെ അങ്ങോട്ട് ശരിയാക്കി എടുക്കാം. ഞാൻ അലക്കുമ്പോഴേക്കേ അമ്മ ഇവനെ അങ്ങോട്ട് ശരിയാക്കി എടുക്കും. എന്നിട്ട് നമുക്കൊരു കറിയങ്ങാട് വെക്കാം. 2-3 എടുത്ത് അങ്ങോട്ട് പൊരിക്കുക അല്ലേ? സെറ്റല്ലേ? പവറല്ലേ? മഴ പെയ്തുകൊണ്ടിരിപ്പണ്ടട്ടെ. എൻ്റെ മക്കളുടെയൊക്കെ നാട്ടിൽ എങ്ങനെ മഴയുണ്ടാ? മഴ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കട്ടാ. നല്ല സെറ്റ് പവർ പിന്നല്ല. അപ്പൊ പോരും നമുക്ക് പിന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. അപ്പോഴേക്ക് അമ്മ നമുക്ക് വേണ്ട ചായ റെഡിയാക്കണേന്. നല്ല ബൂസ്റ്റ് ഉണ്ട്. ആഹാ ഹോർലിങ്സ് അല്ലേ? കോൾബിഞ്ചായിട്ട് മാറിപ്പോയി. അമ്മ കറക്റ്റ് ആൻസർ പറഞ്ഞു. അതുകൊണ്ട് അമ്മക്ക് എന്നാ സമ്മാനം. നീ അലക്കണമെങ്കിൽ ഇതിട്ടുണ്ട്, അലക്കാതെ നീ ആ മഴക്കോട്ടിട്. അപ്പൊ എന്റെ മക്കളെ അപ്പൊ കോൾബിഞ്ചോട്ടിനോട് അമ്മ പറഞ്ഞേക്കണത് കോട്ടിട്ടുണ്ട് അലക്കാനാണ്. കോട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അലക്കണ പരിപാടി തുടങ്ങാം. നല്ല മഴയുടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കണ്. അപ്പൊ ഇത് കണ്ട അലക്കാൻ പോണേണ് കോൾബിഞ്ചേട്ടൻ. മഴയത്തൊരു അലക്കല് വേറെ ലെവല്. അടിച്ച് പിടിച്ച് അലക്കല്. സെറ്റ് പവർ പിന്നല്ല. അപ്പൊ ഇത്രയും തുണിയുണ്ട്. നല്ല പത കണ്ട മക്കളെ, നല്ല നൊരയും പതയും. ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ മക്കളെ വേറെ ലെവല്. ആഹാ പറക്കണ പറക്കല് കണ്ട വേറെ ലെവല്. ഇങ്ങനെ എടുക്കാം. ഇത് എന്റെ മക്കളൊക്കെ ചെയ്തിട്ടുണ്ടോ ഇതേപോലെ? അയ്യോ എന്താ സുഖം. ശരിക്കും നല്ല അടിപൊളിയായിട്ട് മൂടി വെച്ച് അങ്ങോട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാട്ടല്ല മക്കളെ സാധനം സെറ്റാണ്. അതിൻ്റെ ആ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. വേറെ ഒരു ഉപയോഗിക്കാൻ പാടില്ല. വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ആ മണം തന്നെ കണ്ടാ മക്കളെ വേറെ ലെവല് മണം കേട്ടാ. നല്ല പൊളപ്പനായിട്ട് സെറ്റ് ആയിട്ടുണ്ട് മക്കളെ. നല്ല പൊളപ്പനായിട്ട് സെറ്റായി വരുമ്പോ നമുക്കൊരു സാധനവും കൂടി ഇടണം മക്കളെ. നല്ല മല്ലിയില, നല്ല കിടുക്കോസ്റ്റ് മല്ലിയില ഇങ്ങനെ അങ്ങോട്ട് തൂക്കി കൊടുക്കാം. ആഹാ വേറെ ലെവല്. മല്ലിയില ഇത്തിരി അധികം കൂടാട്ടാ. പുതിന എല്ലാം ഇട്ടാലും മതി മക്കളെ. കിടുക്കോസ്റ്റായിട്ട് ഒന്നും കൂടി അങ്ങോട്ട് ചേരത്തി അങ്ങോട്ട് കൊടുക്കാം മക്കളെ. എൻ്റെ മക്കളൊക്കെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് കോൾബിഞ്ചേട്ടന് മെസ്സേജ് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. നല്ല വലിയ കാട്ട കൊഞ്ച് തന്നെ മേടിക്കണം കേട്ടോ. വലിയ കൊഞ്ച് തന്നെ മേടിച്ച് ഇതേപോലെ ഒന്ന് അടിച്ച് നോക്കി എൻ്റെ മക്കള്. നല്ല ബന്ന്, നല്ല ബ്രെഡ് അതൊക്കെ മുക്കി കഴിച്ചാലുണ്ടല്ലോ മക്കളെ വേറെ ലെവലായിരിക്കുള്ളൂ. പൊറോട്ടക്കും പൊള്ളിക്കും. ആ കൊതി തന്നെ കണ്ടിട്ട്. ഇനി നമുക്ക് വരാൻ കണ്ടിട്ടല്ലോ മക്കളെ ഇത് കേട്ടാ. ഇതിങ്ങനെ അങ്ങോട്ട് കോരി ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് ചോറിലോട്ട് അങ്ങോട്ട് തട്ടാം. ആഹാ ഇത്തിരി ആ വെളിച്ചെണ്ണയും ആ മല്ലിയിലയും എല്ലാം കൂടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കാം. ഇതിങ്ങനെ എടുത്തിട്ട് തട്ടാം. വേറെ ലെവല് മക്കളെ. ഇങ്ങനെ എടുത്തിട്ട് ഒരു കുഴ ഇങ്ങോട്ട് കുഴക്കാം മക്കളെ. അന്തസ് ഇങ്ങനെ കുഴച്ചിട്ട് ആ കൊഞ്ച്. ഓ എൻ്റെ മക്കളൊക്കെ ഒന്ന് ഇതേപോലെ ചെയ്യണം കേട്ടാ. ചെയ്തില്ലെങ്കിൽ വൻ നഷ്ടമാണ്. അപ്പ അമ്മ സാധനം വലിയ വാ. ഓഹോ